ഞാൻ രശ്മി. തനിമ സ്പെഷ്യൽ ന്യൂസ്. വിളവൂർക്കൽ പഞ്ചായത്തിലെ പുതുവീട്ടുമേലെ വാർഡ് കുടുംബശ്രീ ADS വാർഷികം കവലോട്ടുകോണം CSI ചർച്ച് ഹാളിൽ നടന്നു. പ്രസിഡന്റ് രാധിക വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രക്ഷാധികാരിയും വാർഡ് മെമ്പറുമായ ജോണി സ്വാഗതം ആശംസിച്ചു. സ്നേഹവും ബഹുമാനമുള്ള നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അതിനുമുമ്പേ ഒരു വാക്ക് പറയാം. ഞാൻ ഈ സ്വാഗതം പറയാൻ തന്നെ തീരുമാനം MLA നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ സ്വാഗതം പറയാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പരിപാടികളുടെ ഉദ്ഘാടനം MLA IB സതീഷ് നിർവഹിച്ചു. ഓരോ അയൽക്കൂട്ടവും ഓരോ തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും. ആ ഉൽപ്പന്നങ്ങൾ ഈ ADS കേന്ദ്രത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് കേന്ദ്രത്തിൽ, പഞ്ചായത്ത് ഓഫീസിൽ, ഇവിടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ട്, പഞ്ചായത്ത് തന്നെ ഒരു സ്ഥലം കണ്ടെത്തുന്നു. നമ്മുടെ പഞ്ചായത്തിലെ അയൽക്കൂട്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഒരിടത്തുകൊണ്ട് വെച്ച് വയ്ക്കും. അതുമാത്രമല്ല, വീടുകളിലെത്തിക്കാം. ഇപ്പോൾ ഹോം ഡെലിവറി ആണല്ലോ എല്ലാവരും. നമുക്ക് ബൈക്കുള്ള സഹോദരിമാരുണ്ട്, അവരോട് പറയുന്നു ഓർഡർ അനുസരിച്ച് സാധനങ്ങൾ കൃത്യമായി വീടുകളിലെത്തിക്കുന്നു. SSLC +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും കലാകായിക മത്സരങ്ങളിൽ വിജയിച്ചവർക്കുമുള്ള സമ്മാനദാനവും വിളവൂർക്കൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാധാകൃഷ്ണൻ നിർവഹിച്ചു. വാർഡംഗവും കലാമേഖലയിൽ 26 വർഷത്തോളമായി നിറസാന്നിധ്യമായ നടനും രചയിതാവും സംവിധായകനുമായ രമേശ് ഗോപാലിനെയും വാർഡ് മെമ്പർ ജോണിയെയും MLA IB സതീഷ് ചടങ്ങിൽ ആദരിച്ചു. വിളവൂർക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് GK അനിൽകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസ്മേരി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശ ചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി, ബ്ലോക്ക് മെമ്പർ ബിജുദാസ്, കൊറ്റയിൽ വാർഡ് മെമ്പർ ഗിരീഷ് കുമാർ, CDS ചെയർപേഴ്സൺ ആശ, മറ്റ് അംഗങ്ങളായ ശാന്തി, ക്രിസ്തുകുമാരി, ലാവണ്യ, ഷീബ ചന്ദ്രൻ, റിനി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. നയന രാജീവ് കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് ADS അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. അതിമലിനമായ ഭൂമിയും ഇനി വരും